ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫംഗ്ഷനുകളെ കുറിച്ചാണ്. ഇതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം, ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്, മിഷനുണ്ട്, അതിൻ്റെയൊക്കെ എക്സിക്യൂഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ്. അതോടൊപ്പം നമുക്ക് HR ഒക്കെ ചേർത്ത് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ് അഥവാ കസ്റ്റമർ സർവീസ് എന്ന് പറയാം. നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് എത്ര മനോഹരമായിരുന്നാലും അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, ബ്രാൻഡിങ് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നീട് സെയിൽസ്, ഓഫ് കോഴ്സ് ആ സെയിൽസ് നടക്കുന്നതിലൂടെയാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ആഫ്റ്റർ സെയിൽസ് സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ സർവീസ്. പല കസ്റ്റമേഴ്സും നമ്മളെ വിട്ടുപോകാനുള്ള ഒരു കാരണം നമ്മൾ ബിസിനസ് നടത്തിയതിന് ശേഷം അവിടെ സപ്പോർട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫങ്ഷൻസുകളെല്ലാം കൂടെ ചേർത്താണ് രണ്ടാമത്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. നിങ്ങളൊരു മാനുഫാക്ചറർ ആയിക്കോട്ടെ, ഇനി അതല്ല പർച്ചേസ് ചെയ്ത് സെല്ല് ചെയ്യുന്നവരായിക്കോട്ടെ, നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ്, വെയർഹൗസിങ്, ഡെലിവറി, ഡിസ്ട്രിബ്യൂഷൻ, പിന്നീട് ഷിപ്പിംഗ്, ലോജിസ്റ്റിക്, ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ആ ഫംഗ്ഷനാണ് നമ്മുടെ ഓപ്പറേഷൻ എന്നുള്ളത്. ഇനി നാലാമത്തെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ. നമുക്കറിയാം, ബിസിനസ് നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലെ ചിലവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ബിസിനസ്സിലെ വരവുകൾ എന്തൊക്കെയാണ്, ഹിഡൻ കോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചേർത്ത് പറയുന്നതാണ് ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത്. പിന്നീട് മറ്റ് IT ഫംഗ്ഷൻ, അങ്ങനെ പല ഫംഗ്ഷനുകളും ഉണ്ടെങ്കിലും ഈ 4 ഫംഗ്ഷനുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങളൊരു ചെറുകിട ബിസിനസ്സുകാരനായിക്കോട്ടെ, നിങ്ങളൊരു ഒറ്റയാൾ ബിസിനസ്സുകാരനായിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ഈ ഫംഗ്ഷനുകളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വരിക. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കർ.